ഹായ് ഫ്രണ്ട്സ്, നെറ്റ്ഫ്ലിക്സിൽ ഒരു സിനിമ കണ്ടു. പേര് ഫൈൻഡ് മീ ഫാളിങ്. ഹോളിവുഡ് സിനിമയാണ്. ഇത് ഞാൻ യാദൃശ്ചികമായി യൂട്യൂബിൽ ട്രെയിലർ കണ്ട് അത് ഇഷ്ടപ്പെട്ടു, അങ്ങനെ കണ്ട സിനിമയാണ്. ജൂലൈ 19 നെറ്റ്ഫ്ലിക്സിൽ ഡയറക്റ്റ് റിലീസായി എത്തിയത്. ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് ഡ്രാമ എന്ന് പറയാൻ പറ്റിയ ഒരു ജോണറുള്ള പടമാണ് ഫൈൻഡ് മീ ഫാളിങ്. ഞാൻ ഈ സിനിമയുടെ പ്ലോട്ട് ഒന്ന് പറയാം. ജോൺ അൽമാൻ എന്നുള്ള ഒരു റോക്ക് സിംഗർ, അമേരിക്കയിലെ ഫേമസ് റോക്ക് സിംഗർ ആണ്. അദ്ദേഹത്തിന്റെ അവസാനത്തെ കുറച്ച് ആൽബങ്ങൾ അധികം വർക്കായില്ല. അതുകൊണ്ട് കരിയറിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് ന്യൂയോർക്കിൽ നിന്ന് സൈപ്രസ് എന്നുള്ള രാജ്യത്തിലേക്ക് വരികയാണ്. ഈ സൈപ്രസ് പശ്ചിമേഷ്യയിലെ ഒരു ആലൻ നാഷനാണ്. നല്ല മനോഹരമായ ഒരു രാജ്യം, കുറച്ച് ജനസംഖ്യ മാത്രമുള്ള ബീച്ചൊക്കെയുള്ള നല്ലൊരു രാജ്യം. അവിടെ ബീച്ച് സൈഡിൽ ചെങ്കുത്തായ ഒരു കുന്നുണ്ട്. അതിന്റെ മുകളിൽ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന വീട് ഇദ്ദേഹം വാങ്ങുന്നു. കുറഞ്ഞ വിലക്ക് തന്നെ വീട് കിട്ടുന്നുണ്ട്. അവിടെ ഒറ്റക്ക് താമസാക്കുകയാണ് ഈ ജോൺ അൽമാൻ എന്നുള്ള റോക്ക് സിംഗർ. ഒരു ദിവസം നോക്കുമ്പോൾ ഈ ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് ഒരാള് പുറംതിരിഞ്ഞു നിൽക്കുന്നു. നമ്മുടെ റോക്ക് സിംഗർ എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്ക് ഇയാള് താഴേക്ക് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യുന്നു. പോലീസ് വരുന്നു. പോലീസ് പറയുന്നു ഇത് സൈപ്രസിലെ ഫേമസ് ആയ ഒരു സൂയിസൈഡ് പോയിന്റ് ആണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും കുറഞ്ഞ വിലയിൽ വീട് കിട്ടിയെന്ന് മനസ്സിലായോ ചോദിച്ചു. അപ്പോ അത് കേട്ടി റോക്ക് സിംഗർ പറഞ്ഞു, അപ്പൊ ഇതിന് ഇവിടെ വേലിയൊന്നും കിട്ടുന്നില്ലേ എന്നുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചു. വേലി കെട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങോട്ട് പോകില്ലല്ലോ. അപ്പൊ പോലീസ് അതിന് കുറച്ച് കാരണങ്ങളൊക്കെ പറഞ്ഞു. പോലീസ് എന്നിട്ട് ആ ഒരു ബീച്ച് സൈഡിലുള്ള പബ്ബിലേക്ക് ഇയാളെ വിളിച്ചു കൊണ്ടുപോകുന്നു. അവിടെ വെച്ചിട്ട് നമ്മുടെ റോക്ക് സിംഗർ ഇയാളുടെ പഴയ ഒരു കാമുകിയെ കാണുകയാണ്. അതേസമയം തന്നെ ഈ ഒരു പബ്ബിലുള്ള ഒരു ഗായിക, ചെറിയ വയസ്സായിട്ടുള്ള ഒരു 10-25 വയസ്സുള്ള ഒരു ഗായികയായിട്ട് ഇയാൾ പരിചയപ്പെടുന്നുണ്ട്. അത്യാവശ്യം ഒരു ബബ്ലി ആയിട്ടുള്ള ഒരു നടി. അതിനുശേഷം നമ്മുടെ ഈ റോക്ക് സിംഗർ, അദ്ദേഹത്തിന്റെ പഴയ കാമുകി, പബ്ബിലെ ഗായിക, ഈ ഒരു പോലീസുകാരൻ, ഇങ്ങനെയുള്ള കുറച്ച് കഥാപാത്രങ്ങൾ ചേർന്നുള്ള കുറച്ച് നല്ല മൊമെന്റ്സ്, നമ്മൾ അധികം പ്രതീക്ഷിക്കാത്ത ചില ചെറിയ സർപ്രൈസുകൾ, നല്ല ഗ്രീക്ക് സംഗീതം. ആദ്യമായിട്ടാണ് ഗ്രീക്ക് പാട്ടുകളൊക്കെ കേൾക്കുന്നത്. ഗ്രീക്ക് മ്യൂസിക്കും ഉണ്ട്, ഇംഗ്ലീഷ് മ്യൂസിക്കും ഉണ്ട്. അങ്ങനെ ഒരു ഹൃദയഹാരിയായ ഒരു പ്രണയകഥ. നമ്മൾ ഈ അടുത്ത് കുറെ ഇന്ത്യൻ സിനിമകൾ അടിയും കുത്തും ഉള്ളത്, ആക്ഷൻ നല്ലോണം ഉള്ളത്, വയലൻസ് ഉള്ളത്, അങ്ങനെയുള്ള സിനിമയൊക്കെ കാണുമ്പോൾ അധികം ലൗഡ് അല്ലാത്ത രീതിയിലുള്ള നല്ല ഫീൽ ഗുഡ് മോഡിൽ പോകുന്ന നല്ല വിഷ്വൽസ് ഉള്ള മനുഷ്യന്റെ ഇമോഷൻസ് കാണിക്കുന്ന ഒരു സിനിമ കാണുന്നുണ്ടെങ്കിൽ ഫൈൻഡ് മീ ഫാളിങ് തീർച്ചയായും കാണാൻ പറ്റും. ഇതിലെ നായകനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഹാരി കോണിക് ജൂനിയർ. ഇതിനു മുമ്പ് ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടായില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് ഇദ്ദേഹം ഓൾറെഡി ഒരു സിംഗറും പിയാനിസ്റ്റും ഒക്കെയാണ്. നടനായിട്ട് ഒരു 10-30 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു നടനാണ് ഇദ്ദേഹം. ഞാൻ ഈ സിനിമ കാണുമ്പോൾ വിചാരിച്ചു, ഇദ്ദേഹം ചെയ്ത ഈ റോള് നമ്മുടെ മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യുന്നതാണെങ്കിൽ മോഹൻലാലിന് ഈസിയായി ചെയ്യാൻ പറ്റിയ റോളാണ്. അതുപോലെ ഈ പഴയ കാമുകിയായിട്ട് നമുക്ക് മോഹൻലാലിന്റെ പല സിനിമകളിലുള്ള മീനെ കാസ്റ്റ് ചെയ്യാം. എൻ്റെ ഒരു ആഗ്രഹമാണിത്. അതുപോലെ ഈ പബ്ബിലെ ഗായിക, ചെറിയ ഒരു പെണ്ണ്, പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നത് നിഖില വിമലാണ്. അങ്ങനെ ഇവരൊക്കെയുള്ള ഒരു ഫീൽ ഗുഡ് സിനിമ മലയാളത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് പറിച്ചു നട്ട് കഴിഞ്ഞാൽ നല്ലൊരു സിനിമ തന്നെ നമുക്ക് കിട്ടും. ഇനി റേറ്റിംഗിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞല്ലോ, നല്ല ഫീൽ ഗുഡ് സിനിമയാണ്. ഇതിന്റെ ദൈർഘ്യം 1.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിച്ചു നീട്ടലോ ഒന്നുമില്ല. ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 4/5. ഫീൽ ഗുഡ് റൊമാൻറ്റിക് ഡ്രാമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാവുന്ന ഒരു സിനിമ.